ഈ വർഷം 31-ാം തീയതിയുടെ ആഘോഷ പരിപാടികൾ സേഫായിട്ട് സെക്യൂറായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരു 1000 പോലീസുകാരുടെ ഉൾപ്പെടുത്തിയുള്ള ഒരു വിപുലമായ സെക്യൂരിറ്റി സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് 12 ഡിവൈഎസ്പി റാങ്കുള്ള ഉദ്യോഗസ്ഥർ, 26 ഇൻസ്പെക്ടർമാർ, 198 SI ASI റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 1000 പോലീസുകാരാണ് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയത്. ഇതിനപ്പുറം പല പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന എല്ലാ പരിപാടികൾ കവർ ചെയ്യാൻ വേണ്ടിയുള്ള അതാത് പോലീസ് സ്റ്റേഷൻ തലത്തിലുള്ള ബന്ദോബസ്ത് സ്കീംസ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഭാഗമായിട്ട് ക്രൗഡ് കൺട്രോളിന് ആവശ്യമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. വേലി ഗ്രൗണ്ടിൽ ആ പാപ്പാന കത്തിക്കുന്ന സ്ഥലത്ത് ഒരു സേഫായിട്ടുള്ള സ്ഥലം ബാരിക്കേഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മതിയായിട്ടുള്ള ലൈറ്റിംഗ് ക്രമീകരണങ്ങൾ വെച്ചിട്ടുണ്ട്. ലൈറ്റിംഗ് എന്തെങ്കിലും കാരണവശാലും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കപ്പായിട്ടുള്ള ഒരു ജനറേറ്റർ സജ്ജീകരിച്ചിട്ടുണ്ട്. കുറേ അസ്ക ലൈറ്റുകൾ നമ്മൾ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ടാവും. അതോടൊപ്പം ആംബുലൻസും മെഡിക്കൽ ടീം അവിടെ ഉണ്ടാവണമെന്ന സംഘാടകർക്ക് നമ്മൾ കത്തുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് ഭാഗമായി നമ്മൾ റോറോ സൈഡ് മറ്റ് വൈപ്പിൻ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് 4 മണി വരെ മാത്രമേ റോറോയിലെ വാഹനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് അനുവദിക്കുന്നുണ്ട്. 7 മണി വരെ ആൾക്കാർ റോറോ സർവീസ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ അനുവദിക്കുന്നുണ്ട്. 7 മണിക്ക് ശേഷം റോറോ സർവീസ് നിർത്തും. അതുപോലെ തന്നെ കൊച്ചി വാട്ടർ മെട്രോയുടെ സർവീസുകളും 7 മണിക്ക് ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലേക്ക് ഉള്ള സർവീസുകൾ നിർത്തുന്നുണ്ട്. നെക്സ്റ്റ് വാഹനങ്ങളുടെ പാർക്കിങ്ങിൻ്റെ കാര്യമാണ്. അവിടെ ഫോർട്ട് കൊച്ചി ഏരിയയിലുള്ള കുറേ വീട്ടുകാരുടെ വാഹനങ്ങൾ റോഡിൽ പാർക്ക് ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. ആ വാഹനങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കുറേ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ഫോർട്ട് കൊച്ചി ലിമിറ്റിലെ 18 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ പാർക്കിംഗ് ഫില്ലായി കഴിഞ്ഞാൽ മട്ടാഞ്ചേരി തോപ്പുംപടി പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിൽ കുറച്ച് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ കൂടെ പുറത്തുനിന്ന് വാഹനങ്ങൾ ഫില്ലായി കഴിഞ്ഞാൽ നമ്മൾ BOT പാലം മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടത്തില്ല. നെക്സ്റ്റ് അതുപോലെ ഈ ബസ് സർവീസുകൾ നമ്മൾ 4 മണി വരെ എല്ലാ ബസ് സർവീസുകൾ അകത്ത് ഓടും. കുറച്ച് ഡൈവർഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി 4 മണി ശേഷമുള്ള ബസ്സുകൾ കൊച്ചി കോളേജ് അടുത്ത വരെ മാത്രമേ നടക്കും. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് അകത്തേക്കുള്ള സർവീസുകൾ കണ്ടിന്യൂ ചെയ്യും. അതോടൊപ്പം നമുക്ക് അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറേ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒന്നാമത്തത് CCTV ക്യാമറകൾ, മതിയായ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ റൂം അവിടെ വെച്ചിട്ട് നമ്മൾ പ്രോപ്പറായ മോണിറ്ററിംഗ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ഈ തെഫ്റ്റുകൾ, മറ്റ് മിസ്ബിഹേവിയർ തടയാൻ വേണ്ടി വനിതാ പോലീസ്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ പ്ലെയിൻ ക്ലോത്തിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന് ഉപയോഗം മറ്റ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തടയാൻ വേണ്ടി നമ്മുടെ ഡാൻസ് ഓഫ് ടീം ആക്റ്റീവായിട്ടുള്ള കുറച്ച് പ്ലേസുകളിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രങ്കൻ ഡ്രൈവിംഗ് തടയാൻ വേണ്ടി രാത്രി പ്രത്യേകിച്ച് 12 മണിക്ക് ശേഷം ആൾക്കാർ തിരിച്ചു പോകുന്ന സമയത്ത് വണ്ടികൾ റാഷായിട്ട് ഓടിക്കുന്നത് തടയാനും ഡ്രങ്കൻ ആയിട്ടുള്ള ഡ്രൈവിംഗ് തടയാൻ വേണ്ടി പ്രത്യേക പോലീസ് ചെക്കിംഗ് ഉണ്ടാവും എല്ലാ വഴികളിൽ. മിക്കവാറും രാവിലെ മിക്കവാറും ആൾക്കാർ തിരിച്ചു പോകുന്ന സമയം വരെ ഈ ചെക്കിംഗ് സ്ട്രോങ് ആയിട്ട് നമ്മൾ നടത്തും. ഇതിനോടൊപ്പം നമ്മൾ ബീച്ച് ഏരിയകളിൽ ലൈഫ് ഗാർഡിൻ്റെയും മറ്റ് ആൾക്കാരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ
സേവനം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ട് അവിടെ ഓടിക്കൊണ്ടിരിക്കും. മെറൈൻ ആംബുലൻസിൻ്റെ സേവനങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.